സ്തോത്രം ചെയ്യുന്നു. गीतों के द्वारा अमीन हमें अगुवाई दिया हुआ बहन के लिए हम धन्यवाद देते हैं। ആരാധന മൂലം നമ്മെ സഹായിച്ച സഹോദരിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം प्रभु ചെയ്യുന്നു. उन्हें बहुतायत से आशीष दे और प्रभु उनके उनके परिवार को सेवकाई में और उनके हर एक कार्यों में उन्हें आगे बढ़ाएं। ഈ സഹോദരിയെയും കുടുംബത്തെയും തന്റെ ശുശ്രൂഷയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. प्रेज द लॉर्ड। आइए आज सुबह के इस समय में प्रभु के वचन की ओर अपने ध्यान को हम लेकर चलेंगे। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. और इस साल की शुरुआत में मुझे एक और बार प्रभु ने अवसर दिया कि आपके बीच में परमेश्वर का वचन को लेकर आ सके। ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ആദ്യമായിട്ട് ദൈവവചന ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ഒരുക്കിയ ദൈവനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. प्रेज द लॉर्ड। इस साल बड़ी उम्मीद के साथ एक बड़े आमीन प्रभु के लिए बड़े कार्यों को करने के लिए हम अपने जीवन को प्रार्थना में और भी समर्पित रखेंगे। परमेश्वर हमें निश्चय विजय में आगे बढ़ाएगा। ഈ പുതുവർഷത്തിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ ദൈവത്തിന് വേണ്ടി വളരെ കാര്യങ്ങളെ ചെയ്യുവാനുള്ള ഒരുക്കത്തോടുകൂടെ നമ്മൾ മുന്നേറുമ്പോൾ ദൈവം നിശ്ചയമായിട്ട് നമ്മെ അനുഗ്രഹിക്കും. हमेशा याद रखना है कि एक विजय यदि हमें प्राप्त करना है तो हमारे सामने एक युद्ध है, उसे हमें लड़कर जीतना होगा। ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മുടെ മുൻപേ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധം നമ്മൾ പൊരുതി ജയിക്കുക. मैं हमेशा कहता हूं हर किसी का युद्ध अलग अलग प्रक्रिया या अलग अलग तरीके का होगा, अलग अलग स्तर का होगा। हम अपने जीवन का युद्ध क्या है ये आत्मा में समझकर उसी में हमें जय ले तो परमेश्वर में हम और भी जयवंत जीवन जी पाएंगे। ഞാൻ എപ്പോഴും പറയാറുണ്ട്, യുദ്ധം എല്ലാവർക്കും ഒരുപോലെയല്ല, പല രീതിയിലും പല സ്ഥലത്തും പല വിഷയങ്ങളിലും ആയിരിക്കാം. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കി, നമ്മുടെ ആത്മീക യുദ്ധം എന്തെന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരം നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയും. आमीन। आज इस सुबह के समय में आमीन हम प्रतिदिन प्रार्थना करते हैं। आमीन हालेलुया। आज बहन के द्वारा गीतों के अगुवाई में भी हमने देखा कि हमें अपने जीवन को नया बनाते जाना है। हो सकता है हमारे कोई पुरानी स्वभाव या कोई कोई बातें हो जो हमें प्रभु में बढ़ने से रोकता है। उस विषय में हमें एक जय लेने के लिए हम अपने आप को समर्पित रखना है। നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ നന്മകൾ പ്രാപിപ്പാൻ ഒരുക്കത്തോടെ കടന്നു വരുമ്പോൾ ഇന്ന് പൽക്കാലം പാട്ടുകൾ കൂടെ നമ്മൾ കേട്ടതുപോലെ നമ്മെ തന്നെ പുതുതാക്കി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നിശ്ചയമായിട്ട് ദൈവം നമ്മെ ഓരോ ദിവസവും പുതിയ നന്മകളാൽ നിറയ്ക്കും. प्रेज द लॉर्ड। परमेश्वर के वचन में हम जब देखते हैं तो प्रभु के वचन में हमें बात को बताया जाता है कि हमारा परमेश्वर जो है वे अपने आमीन शरणागतों को या उस पर जो शरण लेते हैं उन्हें कभी भी वो छोड़ने वाला प्रभु नहीं है। നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടാതെ അവരെ പരിപാലിക്കുന്നു. प्रेज द लॉर्ड। वो प्रभु में जो शरण लेने वाले लोग हैं उन्हें चाहे कितने भी बड़ी समस्याएं क्यों ना आए, आमीन शुरुआत में शायद लोगों को या हमें लगने लगते हैं कि कोई नहीं है, परंतु सबका अंत परमेश्वर बड़े सुंदर और अद्भुत रीति से उसे पूरा करता है। ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം പരിപാലിക്കുന്നു, അവരെ ദൈവം കാത്തു രക്ഷിക്കുന്നു. അതിന്റെ അവസാനം വരെയും അവരെ ആമേൻ വീണു പോകാതെ അല്ലെങ്കിൽ അവർ താണു പോകാതെ അവരെ പരിപാലിക്കുന്നു. प्रेज द लॉर्ड। आइए एक वचन की ओर हम अपने ध्यान को लेकर चलेंगे। आमीन पहला राजाओं का आमीन वो पुस्तक उसके 20 अध्याय उसके 28वें पद को इस प्रकार यहाँ पर लिखा हुआ है। നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. यहाँ इस प्रकार कहते हैं कि तब परमेश्वर के उसी जन ने इज़राइल के राजा के पास जाकर कहा, यहोवा यो कहता है, आरामियों ने यह कहा है कि यहोवा पहाड़ी देवता है परंतु नीची भूमि का नहीं है। इस कारण मैं उस बड़ी भीड़ को तेरे हाथ में कर दूंगा, तब तुम्हें ज्ञात हो जाएगा कि मैं यहोवा हूं।
ഇവിടെ 1 രാജാക്കന്മാർ 20:28 ഇങ്ങനെ വായിക്കുന്നു. ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ പർവ്വത ദേവനാകുന്നു, താഴ്വര ദേവനല്ല എന്ന് അരാമ്യർ പറയുകൊണ്ട് ഞാൻ ഈ മഹാസംഘത്തെ ഒക്കെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞു. प्रेज द लॉर्ड। ये बात के बारे में हम जानते हैं कि आराम की राजा बेन हदद जो हैं आमीन इज़राइल और इज़राइल के लोगों को नष्ट करने के लिए आमीन जब कई बार योजनाओं को बनाए तो उन्होंने अपने जीवन में पराजय को सामना किया था। നമുക്കറിയാം, ഇസ്രായേൽ രാജാവിന് വിരോധമായി ബെൻഹദദ് കടന്നു വരുമ്പോൾ അവർ പല പ്രാവശ്യം ഈ അരാമ്യ സൈന്യം ഇവരെ ഉപദ്രവിക്കാൻ ഇടയായി തീർന്നുവെങ്കിലും ആ സമയങ്ങളിലെല്ലാം അവർ പരാജയമടയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. और यहाँ पर ये लोग अपनी योजनाओं को बनाते हैं और उसके 23 से हम पढ़ेंगे, यहाँ पर वे आपस में राजा से बताते हैं कि इनकी परमेश्वर जो हैं वे पहाड़ों का परमेश्वर, इसलिए हम क्या करते हैं, इन्हें हम चौरस भूमि में ले आकर इनसे हम लड़ाई करेंगे ताकि हम उनके ऊपर जय प्राप्त करें। നമുക്കറിയാം, ഇവിടെ രാജാക്കന്മാർ ഒത്തുകൂടി അവർ തമ്മിൽ അവർ സംസാരിക്കുക, ഇസ്രായേലിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അവരെ താഴ്വരയിൽ കൊണ്ടുവന്നാലേ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. കാരണം അവരുടെ ദൈവം പർവ്വതങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പർവ്വതങ്ങളിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവരെ തോൽപ്പിക്കാൻ കഴിയത്തില്ല, അവരെ താഴ്വരയിൽ കൊണ്ടുവരണം. അന്നേരം തമ്മിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. और ये जो बातें हैं 28 में हम देखते हैं कि परमेश्वर के लोगों के पास आकर, वहां पर लिखता है कि तब परमेश्वर के उसी जन ने इज़राइल के राजा के पास जाकर कहा। ഇവിടെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു ദൈവപുരുഷൻ അടുത്തു വന്ന് ഇസ്രായേൽ രാജാവിനോട് സംസാരിക്കുന്നു. आमीन, प्रेज द लॉर्ड। हम आमीन कई बार हम आमीन अपने जीवन में प्रार्थना में और प्रभु के अनुभव में चलने के समय में हम शायद नहीं जानते हैं कि शत्रु हमारे विरोध में क्या क्या योजनाओं को बनाता है, लेकिन प्रभु के लोगों एक सत्य बात है कि यदि आप प्रभु में बने रहते हैं, परमेश्वर में निर्भर रहते हैं, तो समय समय पर परमेश्वर अपने लोगों को भेजकर आपके लिए और मेरे लिए बातें करने वाला परमेश्वर है। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ശത്രുക്കൾ നമുക്ക് വിരോധമായി കടന്നു വരുമ്പോൾ നമ്മെ ദൈവം അത്ഭുതകരമായി ദൈവം നമ്മെ പരിപാലിക്കുന്നു. ശത്രു വരുന്നതായ ഏത് രീതിയിലായാലും ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരുന്ന് ദൈവം നമ്മെ പരിപാലിക്കുന്നു. प्रेज द लॉर्ड। यहाँ पर आमीन इजरायलियों के पास आकर या इजरायली राजा के पास आकर वो परमेश्वर का वो व्यक्ति, वो प्रभु का जन इस प्रकार से कहता है कि यहोवा यूं कह रहा है कि आराम लोग के बारे में कि वे लोग तुम्हें आमीन इस प्रकार से तुमसे लड़ाई करना चाहते हैं, लेकिन आज मैं उन्हें बताऊंगा कि मैं कौन हूं और मैं कैसे तुम्हें बचा सकता हूं। ഇവിടെ നമ്മൾ കാണുന്നത് അരാം സൈന്യം തമ്മിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ഒരു ദൈവപുരുഷൻ വന്ന് ഇസ്രായേൽ രാജാവിനോട് പറയുകയാണ്, ഞാൻ ആരാണെന്നുള്ളത് ഞാൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. हालेलुया। आज इस सुबह के समय में, इस साल के शुरुआत में आमीन प्रार्थना में प्रवेश किए हुए प्रिय लोगों, इस साल आगे कैसे एक योजनाएं हैं, कैसे आगे बढ़ेंगे, कैसे हम चलेंगे, इसके विषय में चिंता या भय हमारे अंदर ना हो, क्योंकि समय समय पर परमेश्वर अपनी बातों को, अपनी आलोचनाओं को, अपनी आमीन शिक्षाओं को देखकर हमें चलाने वाला प्रभु है। ये वचन हमें समझाता है। ദൈവം ഈ വചനങ്ങളാൽ നമ്മെ മനസ്സിലാക്കി തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയാലും സമയാസമയങ്ങളിൽ ദൈവം തന്റെ ആലോചനകളെ അറിയിച്ച് നമ്മെ ബലപ്പെടുത്തും. प्रेज द लॉर्ड। यहाँ आमीन प्रभु का एक वाणी इजरायलियों के लिए है कि मैं उन्हें बताऊंगा और वो जान जाएंगे कि मैं यहोवा हूं, मैं तुम्हें बचाने वाला परमेश्वर हूं। ദൈവം ഇസ്രായേലിനോട് പറയുന്നത്, ഞാൻ അവരുടെ മുമ്പാകെ ആരെന്ന് വെളിപ്പെടുത്തുകയും ഞാൻ നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും.
प्रेज द लॉर्ड। आज इस सुबह के समय में मेरे प्रिय लोगों, प्रभु का वचन हमें ये बात को सिखाता है कि हमारे जीवन में हमारा परमेश्वर जो है केवल हमारे आमीन जीवन की ऊंची अनुभवों में हमारे साथ रहने वाला नहीं, परंतु जीवन के निचली दशा में भी, तराई जैसे अनुभव में भी परमेश्वर हमारा साथ देता है और प्रभु हमें संभालता है और प्रभु हमें बचाने के लिए सामर्थी हैं। ये प्रभु का वचन हमें बहुत स्पष्ट दिखाता है। പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ കൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ നന്മയായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, താഴ്വരയാകുന്ന സ്ഥലങ്ങളിലും നമ്മുടെ പ്രതികൂലത്തിന്റെ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മെ കൈവിടാതെ നമ്മെ രക്ഷിച്ച് പരിപാലിച്ച് നടത്തുന്ന ദൈവമാണെന്ന് ദൈവവചനം നമ്മെ വെളിപ്പെടുത്തി തരുന്നു. प्रेज द लॉर्ड। परमेश्वर के लोगों के जीवन में आप यदि देखेंगे तो कई बार प्रभु के लोगों ने आमीन अपने जीवन में तराई के अनुभवों को उन्होंने अनुभव किया, लेकिन वहां पर भी वे लोग कहते हैं, तू मुझे संभालता है, तू हमें वहां से बाहर लेकर आता है। ദൈവജനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ പലപ്പോഴും താഴ്വരയാകുന്ന അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന സമയങ്ങളിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നീയാണ് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളെ പരിപാലിച്ച് നടത്തുന്ന ദൈവം. हम सब जानने वाला भजन संहिता 23 में भी दाऊद इस प्रकार से लिखता है कि चाहे मैं घोर अंधकार भरी थराइयों में से होकर चलूं तो भी मैं हानि से नहीं डरूंगा। നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ 23-ാം സങ്കീർത്തനത്തിലും ദാവീദ് ഇങ്ങനെ പറയുന്നു, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Praise the Lord। इंग्लिश में बड़े स्पष्ट रीति से लिखा है, even though I walk through the valley of shadow of death, मतलब वो मृत्यु की तराई में भी मैं चले जाऊं, प्रभु तू मेरा साथ है, मैं हानि से डरने वाला नहीं हूं। ഇംഗ്ലീഷിൽ പറയുന്നത്, മരണത്തിന്റെ നിഴലിൻ താഴ്വരയിൽ കൂടെ നീ കടന്നു പോയാലും, ഞാൻ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കും. Praise the Lord। दाऊद को पूछे तो दाऊद ये बात को बड़े स्पष्ट रीति से बताएगा कि उसके जीवन में आमीन अपने पिता के भेड़ बकरियों को लेकर चराने के समय उस जंगल की अवस्था में कई बार उसने मृत्यु को अपने सामने देखा है, परंतु वहां पर भी परमेश्वर ने उसको वहां से बाहर लेकर आया है। ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും മരണത്തിന്റെ നിഴലിൽ കൂടെ അല്ലെങ്കിൽ മരണ നിഴലിൽ താഴ്വരയിൽ കൂടെ അവൻ കടന്നുപോയ സാഹചര്യങ്ങളിലും ദൈവം അവനെ കൈവിടാതെ ആ മരണത്തിനെ വിടുവിച്ച് നടത്തിയത് കാണുവാൻ കഴിയും. इसलिए वे भजन संहिता में इस प्रकार से कहते हैं। तो आज मुझे और आपको भी प्रभु के लोगों कहने के लिए कई ऐसे अनुभव होंगे जो परमेश्वर ने हमें अपनी तराई जैसी अनुभवों से हमें बाहर निकाल कर ले आया है। സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും, പലപ്പോഴും താഴ്വരയിൽ കൂടെ, താഴ്വരയാകുന്ന അവസ്ഥകളിൽ കൂടെ കടന്നുപോയ സാഹചര്യങ്ങളിലും ദൈവം നമ്മെ പരിപാലിച്ച് നടത്തിയത്. साधारण रीति से हम एक तराई को यदि हम देखें तो वहां हमें ये बात को समझ में आता है कि तराई वाली अनुभव जो है आमीन, वो कभी भी एक खुशी की अनुभव नहीं है, कभी भी एक आनंद का अनुभव नहीं है। वहां पर हमेशा दुख और निराशा और ऐसे बातों से जो हमें नीचे कर देता है, ऐसे अनुभवों से भरा हुआ रहता है। താഴ്വരയിൽ കൂടെ കടന്നു പോകുക, താഴ്വരയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് സന്തോഷമോ സുഖമോ തരുന്ന അവസ്ഥയൊന്നുമല്ല. അത് വളരെ ദുഃഖവും വേദനകളും നൽകുന്ന അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്നതാണ് താഴ്വരയുടെ അനുഭവങ്ങൾ. आमीन। हम ये बात को वचन में पढ़ते हैं, एजेकियेल नबी की पुस्तक उसके आमीन 37वें अध्याय में बात को वचन में पढ़ते हैं कि परमेश्वर की आत्मा ने परमेश्वर के दास एजेकियेल को आमीन उस हड्डियों की तराइयों में से लेकर गया। യെഹെസ്കേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ദൈവത്തിന്റെ ആത്മാവ് യെഹെസ്കേലിനെ ഒരു താഴ്വരയിലെ അസ്ഥികളുടെ ഇടയിലേക്ക് കൊണ്ടുപോയത് കാണുവാൻ കഴിയും. और वो आमीन वो तराई का अनुभव को आप देखें तो वहां आमीन वचन में बताया जाता है कि चारों ओर केवल हड्डियां ही हड्डियां हैं और कोई वहां पर अनुभव और कोई नहीं है।
ഈ താഴ്വരയുടെ അനുഭവത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അവിടെ അസ്ഥി കഷ്ണങ്ങൾ മാത്രം, നാല് ചുറ്റും അസ്ഥി കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ. അവിടെ വേറൊന്നും കാണുവാൻ കഴിയത്തില്ല. आप थोड़ा कल्पना कर कर देखिए कि हम और आप यदि वहां ऐसे एक अनुभव में अकेला खड़ा रहें जहां एक तराई है और केवल हड्डियां भरी हुई हैं, मेरे और आपके मन के अंदर से होकर जाने वाली विषय क्या रहेगा? നിങ്ങളൊന്ന് ഭാവന ചെയ്ത് നോക്കിയേ. നാം ആണ് ആ സ്ഥാനത്ത് നിൽക്കുന്നത്, ഈ താഴ്വരയിൽ നിൽക്കുന്നത്. നമുക്ക് ചുറ്റും അസ്ഥി കഷ്ണങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. നാം ഒറ്റയ്ക്ക് ആ അസ്ഥി കഷ്ണങ്ങളുടെ മധ്യ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകൾ എന്തായിരിക്കും? बहुत डरावने वाली, बहुत हमें सहमाने वाली बातें या सोच विचार हमारे उस समय में हमारे दिमाग में से या हमारे मन में ऐसे आते रहेंगे। परंतु वहां पर भी प्रभु का वचन एहेजकेल नबी के पास पहुंचता है, क्या ये हड्डियां जीवित हो सकती हैं? ആ അവസ്ഥയിലും ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ആ അവസ്ഥയിലും നിൽക്കുമ്പോഴും അവിടെ ദൈവത്തിന്റെ വചനം യെഹെസ്കേലിനോട് പറയുന്നത്, ആമേൻ, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. प्रभु के लोगों, परमेश्वर के बेटा बेटी या दास दासी होने के नाते हमें बात को समझना जरूरी है कि हमारे जीवन में भी जब ऐसी डराने वाले, हमें भयभीत करने वाले परिस्थिति में हम पहुंचते हैं, वहां पर ये बात को याद रखना है कि वो परिस्थिति को ना देखे, परंतु वहां पर भी परमेश्वर की आवाज को सुनने के लिए हम अपने कानों को प्रभु की ओर तक ले चले। പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ, മകനോ മകളോ ആയി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുമ്പോൾ നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയിൽ നമ്മെ ദൈവം ഭീതിപ്പെടുത്തുവാനോ ഭയപ്പെടുത്തുവാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. आमीन, प्रेज लॉर्ड। हमें ये बात को समझना जरूरी है कि जब हम प्रभु की आवाज को वहां पर सुनेंगे, तब हम उस परिस्थिति में खड़े रहने के लिए और प्रभु का महिमा को दिखाने के लिए हमारा जीवन भी तैयार होता है। ആ സമയങ്ങളിൽ ദൈവത്തിന്റെ ശബ്ദം ദൈവം നമ്മെ കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിന്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കുന്നത് നമ്മെ ഭീതിപ്പെടുത്തുവാനല്ല, പിന്നെയോ നമുക്ക് ചില നിയോഗങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടിയാണ്. हालेलुया। इन दिनों में प्रभु हमें सहायता करे कि हमारी हर परिस्थिति में भी क्यों ना हो, चाहे वो खुशी के समय हो, दुख के समय हो, बीमारी के समय हो, वेदनाओं के समय में हो, वो परमेश्वर की आवाज को हम सुने, ताकि वहां पर हम प्रभु का कार्यों को हमारे जीवन से दिखा सकें। ആമേൻ. നമ്മൾ കടന്നു പോകുന്നത് ഏത് സാഹചര്യമായാലും, ദുഃഖമായാലും, സന്തോഷമായാലും, വേദനയുടെ അനുഭവങ്ങളായാലും, ഏത് സമയത്തിൽ കൂടെ ആണെങ്കിലും നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കുക. हमें हम अपने ध्यान को एक और तराई की ओर लेके चलते हैं। पहला शमूएल की पुस्तक उसके 17 अध्याय में हम आएंगे। वहां पर 17 अध्याय उसके प्रेज लॉर्ड पहले आयतों को हम पढ़ते हैं। तो वहां पर ये बात को वचन में पढ़ते हैं कि दाऊद एक तराई के स्थान में पहुंचता है। നമുക്ക് അടുത്തൊരു താഴ്വരയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് ഒരു താഴ്വരയിൽ എത്തിപ്പെട്ടതായിട്ട് കാണുവാൻ കഴിയും. यहाँ वचन में बताते हैं कि उसके 17 में शाऊल और इजरायली पुरुषों ने भी इकट्ठे होकर एला नामक तराई में डेरे डाले। 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ശൗലും ഇസ്രായേലിയരും ഒന്നിച്ചുകൂടി ഏല താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിരത്തി. वचन में देखते हैं कि दाऊद अपने भाइयों का हालचाल जानने के लिए अपने पिता के द्वारा भेजा हुआ खाने की वस्तुओं को लेकर आया हुआ एक समय था, जब इस तराई में, एला नामक तराई में गोलियात आकर इजरायलियों को ललकारता है। നമ്മളിവിടെ കാണുന്നത് ദാവീദ് തന്റെ അപ്പനാൽ നിയോഗിക്കപ്പെട്ട് സഹോദരങ്ങൾക്ക് ഭക്ഷണവുമായി സഹോദരങ്ങളുടെ വിശേഷങ്ങൾ അറിയുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഇവിടെ കാണുന്നത് ഏല താഴ്വരയിൽ ഇതാ ഗോലിയാത്ത് ഇസ്രായേലിന് വിരോധമായി യുദ്ധം ചെയ്യുവാൻ നിൽക്കുന്നതാണ്.
आमीन। एला नामक ये तराई हमें ये बात को याद दिलाता है कि ये तराई का अनुभव में एक विशेषता यह है कि यहाँ पर शत्रु चाहता है कि आप अकेले आमीन शत्रु को सामना करने के लिए बाहर निकल कर आए। ആമേൻ. ഈ ഏല താഴ്വരയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന വിഷയം ശത്രു ശത്രുവിന്റെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ നാം ഒറ്റയ്ക്ക് ഈ ഏല താഴ്വരയിൽ ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്യണമെന്നാണ് ശത്രുവിന്റെ പ്ലാൻ. अब वचन पढ़ेंगे उसके नीचे आयतों में तो ये बात को अच्छे से समझ पाएंगे। यहाँ आमीन उसकी 8वें आयत को आप पढ़े तो वहां पर देखते हैं कि वह खड़ा होकर इजरायली पांतियों को ललकार के बोला, तुमने यहाँ आकर लड़ाई के लिए क्यों पांति बांधे हैं? क्या मैं फिलिस्ती नहीं हूं और तुम शाऊल के अधीन नहीं हो? अपने में से एक पुरुष चुनो कि वो मेरे पास उतर आए। ആമേൻ. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നിരിക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്തീയനും നിങ്ങൾ ശൗലിന്റെ ചേവകരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. देखो ये एला नामक तराई का खासियत क्या है पूछे तो ये हमारे जीवन में हमें अकेले युद्ध करने के लिए हमें ललकार रहा है, हमें चुनौती दे रहा है। ഈ ഏല താഴ്വരയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഈ ഏല താഴ്വരയിൽ യുദ്ധത്തിൽ നിൽക്കുന്ന ശത്രു അവൻ വെല്ലുവിളിക്കുന്നത്, നീ ഒറ്റയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരികയാണ്. अकेला युद्ध करना या साथ में युद्ध करने में बहुत अंतर है, ये हम बात को जानते हैं। सब लोग साथ में होगा, प्रार्थना करने के लिए होगा, उपवास करने के लिए होगा, हमें बल देने के लिए होगा, तो हमारी लड़ाई हम आसानी से जीत सकते हैं। लेकिन अकेला रहे तो हमारी परिस्थिति क्या होती है हमें समझ सकते हैं। ഒറ്റയ്ക്കുള്ള യുദ്ധവും കൂട്ടമായി നിന്ന് യുദ്ധം ചെയ്യുന്നതിന്റെയും വ്യത്യാസം നമുക്കറിയാം. ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നമുക്ക് സപ്പോർട്ട് ചെയ്യുവാനും ആൾക്കാരുണ്ടെങ്കിൽ ആ ഉപവാസം എങ്ങനെയായി തീരുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതുപോലെ നാം ഒറ്റയ്ക്കിരുന്ന് ഉപവസിച്ചാലുള്ള അവസ്ഥയും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. यहाँ पर हमें इजरायली लोगों की अवस्था को देखिए कि ये लोग सब लोग पहले क्या है कि साथ में आकर युद्ध करने के लिए खड़ा है, लेकिन वहां पर शत्रु का चाल देखो। शत्रु आके कहता है, तुम क्यों ये साथ में पांति बांधे खड़े हो? तुम में से एक को चुनकर भेजो कि मैं उसके साथ युद्ध कर सकूं। ഇവിടെ ആമേൻ ശത്രുവിന് മുമ്പ് യുദ്ധം ചെയ്യുവാൻ ഇസ്രയേൽ ഒരു സൈന്യമായി നിന്ന് നിൽക്കുമ്പോൾ തന്നെ ശത്രുവിന്റെ പദ്ധതി ഒന്ന് ചിന്തിച്ച് അവൻ അവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ഇത്രയും ജനം ഒരുമിച്ചല്ല വരേണ്ടത്, ഒറ്റയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുവാൻ കടന്നു വരിക. और एला का ये तराई हमें यही सिखाता है कि हमें हमारी युद्ध को लड़ने के लिए हमें सामर्थ्य को, हमें धैर्य को हमें ढूंढना है। वही हमारी ये चुनौती है। ഈ ഏല താഴ്വരയില് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ഈ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുവാനുള്ള ധൈര്യം അല്ലെങ്കിൽ അതിന്റെ ബലം നമ്മൾ സംഭരിക്കുക എന്നുള്ളതാണ്. प्रेज द लॉर्ड। हमारी जीवन में भी हमेशा याद रखना है कि युद्ध या तराई का अनुभव कई बार हमारे जीवन में ऐसी चुनौतियां देता है। विश्वास के विषय में हो, पवित्रता के विषय में हो, हमारे अंदर धीरज के विषय में हो, आशा के विषय में हो, इत्यादि विषयों में हमें चुनौती देता है कि हम उसको कैसे सामना करें। ആമേൻ. യുദ്ധത്തിലെ ആമേൻ ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള കടന്നു വരുന്ന വെല്ലുവിളികൾ പലപ്പോഴും വിശുദ്ധിയെക്കുറിച്ചാകട്ടെ അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചാകട്ടെ പരിശോധനകളുടെ വിഷയങ്ങളിലാകട്ടെ പലപ്പോഴും കടന്നു വരുന്ന വെല്ലുവിളികൾ ഏറ്റവും ആമേൻ ശക്തമുള്ളതായിരിക്കും നമ്മൾ അവിടെ നേരിടേണ്ടത്. मैंने जैसे शुरुआत में कहा कि हर व्यक्ति के सामने आने वाला जो युद्ध है या तराई का अनुभव है वो अलग अलग होता है। किसी को हो सकता है कि अपने चरित्र के विषय में एक चुनौती आ रहा हो, तो किसी को हो सकता है कि अपनी आशा के विषय में हो, किसी को हो सकता है कि वो विश्वास हो, या किसी को हो सकता है अपनी पवित्रता या धीरज के विषय में हो। कोई भी युद्ध क्यों ना हो, क्या हम अकेले युद्ध लड़ने के लिए तैयार है? ऐसी अवस्था में है क्या?
ഞാൻ ആരംഭത്തിലെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ജീവിതത്തിലും യുദ്ധത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ യുദ്ധങ്ങൾ പല രീതിയിലായിരിക്കാം, പല വ്യത്യസ്തമായ രീതിയിലായിരിക്കാം. ചിലപ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യാശയെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ അവരുടെ വിശുദ്ധിയെക്കുറിച്ചോ പല രീതിയിലായിരിക്കാം. പക്ഷേ അവിടെയെല്ലാം നാം ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യുവാനുള്ള ശക്തി സംഭരിക്കുക എന്നുള്ളത്. प्रेज द लॉर्ड। यहाँ हमें इन वचन में हमने बोला कि शाऊल और उसकी सेना जो है वे एक साथ युद्ध करने के लिए बहुत तैयारी के साथ था, लेकिन अकेला जब युद्ध के लिए एक व्यक्ति को चुनकर भेजने का विषय कहा गया, उनमें से कोई भी तैयार नहीं है। और वचन कहता है 40 दिन तक गोलियात इजरायलियों को ललकार रहा था, चुनौती दे रहा था। ഇവിടെ ശൗലും വലിയൊരു സൈന്യവുമായി യുദ്ധത്തിന് വേണ്ടി നിരന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുക എന്നുള്ള ശത്രുവിന്റെ വെല്ലുവിളിയുടെ മധ്യേ ആരും മുന്നോട്ട് വരാതെ അവർ നിൽക്കുന്നത് കാണുവാൻ കഴിയും. മാത്രമല്ല 40 ദിവസം കൊണ്ട് ഈ ശത്രു വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. और आमीन, वचन में हम पढ़ते हैं कि हम अपने जीवन में हमेशा ये बात को ध्यान रखना है कि चाहे शत्रु कौन सा भी रूप में हो, कौन सा भी वेश में हो, कौन सी भी तरीके से क्यों ना आए, हमें उसको सामना करने के लिए, हमें आमीन युद्ध करने के लिए, वो धीरज हमारे अंदर होने के लिए, धैर्य होने के लिए हमें हमेशा आमीन प्रभु में शरण लेना जरूरी है। ശത്രു നമ്മോട് യുദ്ധം ചെയ്യുവാൻ ഏത് വേഷത്തിലോ ഏത് രൂപത്തിലോ ഏത് ഭാവത്തിലോ കടന്നു വന്നാലും അത് നേരിടുവാനുള്ള ശക്തി സംഭരിക്കുക എന്നുള്ളതാണ് നമ്മെ ദൈവവചനം വെളിപ്പെടുത്തി തരുന്നത്. और आज इस सुबह के समय में आमीन जानते हैं कि दाऊद ने आमीन जब अपने जीवन में युद्ध के लिए तैयार हुआ तो दाऊद अपने जीवन में क्या क्या चुनौतियों को अपने जीवन में सामना किया। ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാം, ഇവിടെ ദാവീദിന് വിരോധമായ യുദ്ധം നേരിടുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആ യുദ്ധത്തിന് വേണ്ടി എന്തെല്ലാമാണ് തെരഞ്ഞെടുത്തത്. आमीन, प्रेज द लॉर्ड। वचन में हम देखते हैं कि दाऊद आमीन अचानक से वहां पहुंचता है, अपने भाइयों के हालचाल जाने के लिए पहुंचा, लेकिन दाऊद ने दूर से आवाज को सुनता है कि इजरायली और इजरायलियों का परमेश्वर को एक फिलिस्ती क्या है, ललकार रहा है, चुनौती दे रहा है। और दाऊद अपने आप को तैयार करने के समय सबसे पहला चुनौती उसने अपने जीवन में सामना किया, वो है उसकी 28वें आयत में लिखा है कि अपने भाइयों से उसने अपने जीवन में चुनौती सामना किया था। ദാവീദ് യാദൃച്ഛികമായിട്ടാണ് അവിടെ കടന്നു വരാൻ ഇടയായത്. എന്നാൽ ദാവീദ് കടന്നു വരുന്ന സമയത്ത് ദൂരവേ ദാവീദ് ആ ശബ്ദം കേൾക്കുന്നു. ഇസ്രയേലിനെയും ഇസ്രയേലിന്റെ ദൈവത്തെയും നിന്ദിക്കുന്ന ഒരു ഫെലിസ്ത്യന്റെ ശബ്ദം അവൻ കേട്ട് കടന്നു വരുമ്പോൾ അവൻ ആദ്യം തന്നെ അവന് നേരിടേണ്ടി വരുന്നത് തങ്ങളുടെ സഹോദരങ്ങളെയാണ്. प्रेज़ द लॉर्ड। आमीन। उसके 28 में लिखता है कि उसका बड़ा भाई एलियाब आमीन सुन रहा था, दाऊद से क्रोधित होकर कहा, तू यहाँ क्यों आया है और जंगल में उन थोड़ी सी भेड़ बकरियों को तू किसके पास छोड़ आया है? तेरा अभिमान और तेरा मन की बुराई मुझे मालूम है, तू तो लड़ाई देखने के लिए यहाँ आया है। 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ടു, ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടയച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നികളഭാവവും എനിക്കറിയാം, പട കാണുവാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. देखो दाऊद की अमीन अवस्था को आप थोड़ा देखिए कि घर का सबसे छोटा लड़का है, भाई जो भी हैं वो सब युद्ध के लिए, युद्ध की प्रशिक्षण को पाए हुए, युद्ध की शाऊल की सेना में वे लोग भर्ती हैं। और दाऊद वहां पर पहुंचता है, हालचाल को पूछता है। दाऊद के ऊपर क्या है, पूरा पूरा आमीन वे लोग गुस्सा होकर दाऊद को कैसे भी करके निराशा की अवस्था में डालने की कोशिश कर रहा है। നോക്കിയേ, ദാവീദ് അവിടെ കടന്നു വരുന്നത് തന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എന്തെന്ന് അറിയുവാൻ വേണ്ടി അപ്പനാൽ നിയോഗിക്കപ്പെട്ട് താൻ അവിടെ കടന്നു വരുന്നതാ.
പക്ഷെ അവൻ അവിടെ കടന്നു വരുമ്പോൾ അവൻ നേരിടേണ്ടി വരുന്ന പ്രതികൂലം ഒന്ന് നോക്കി അവന്റെ സഹോദരങ്ങൾ അവനോട് ദേഷ്യപ്പെടുന്നത്. और हम वचन में देखते हैं कि दाऊद इन सारी बातों से कभी भी निराश नहीं हुआ, पीछे नहीं हटा, परंतु उसने एक निर्णय लिया था कि ये जो फिलिस्ती को मारने के लिए, आमीन, इसको खत्म करने के लिए मैं जाऊंगा, मैं उसके ऊपर जय ले लूंगा। ഈ സകല വിഷയങ്ങൾ നടക്കുമ്പോഴും ദാവീദിന് വിരോധമായിട്ടുള്ള ഈ സംസാരങ്ങൾ കടന്നു വരുമ്പോഴും ദാവീദ് ഒരിക്കലും അവിടെ നിരാശപ്പെട്ട് പിന്തിരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ദാവീദ് അവിടെ ഒരു തീരുമാനം എടുക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഈ സൈന്യത്തെ നേരിടും, ഞാൻ ഈ സൈന്യത്തെ നേരിട്ട് ഞാൻ വിജയം നേടുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കും. प्रेज द लॉर्ड। दूसरा, दाऊद ने सामना किया हुआ चुनौती क्या है पूछे तो उसका 31वें आयत से हम पढ़ेंगे तो ये बात को जान सकते हैं कि शाऊल के ओर से उसने अपने जीवन में चुनौतियों को सामना किया। രണ്ടാമത്തെ ദാവീദിന്റെ വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ അവൻ നമുക്ക് 31-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും ശൗൽ മുഖാന്തരം അവന് ലഭിക്കുന്നതായിട്ടുള്ള ചില വെല്ലുവിളികൾ. उसके 33वें आयत में शाऊल दाऊद से कहा, तू जाकर उस फिलिस्ती के विरुद्ध युद्ध नहीं कर सकता, क्योंकि तू तो लड़का ही है और वो लड़कपन ही से योद्धा है। അതിന്റെ 33-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. देखो अमीन, एक युद्ध के लिए कम से कम तैयारी करने वाला, मन बनाने वाला एक व्यक्ति को भी शाऊल क्या कर रहा है? निराश कर रहा है। बोलते तू तो लड़का है, तेरे पास कोई अनुभव नहीं है, लेकिन गोलियात के बारे में उसको अच्छे से पता है। बोलता है कि वो लड़कपन से योद्धा है, उसके पास से तू जय नहीं प्राप्त कर पाएंगे। പ്രിയമുള്ളവരെ നോക്കിയേ, യുദ്ധത്തിനായി കടന്നു പോകുന്ന ആമേൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയെ അതിന് ധൈര്യം കൊടുക്കേണ്ട അവസ്ഥയല്ല, അവിടെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥയാണ് കാണുന്നത്. ഈ ശൗൽ ദാവീദിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ആമേൻ, നീ അവനോട് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തനല്ല, കാരണം നീ ഒരു ബാലനാണ്. പക്ഷെ അവൻ ബാല്യകാലം മുതൽ അല്ലെങ്കിൽ ബാല്യം മുതലേ അവൻ യോദ്ധാവാകുന്നു, എനിക്ക് അവനെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. लेकिन दाऊद को वहां पर भी हम देखते हैं, दाऊद निराश नहीं हो रहा है, लेकिन दाऊद अपना जीवन का अनुभवों को शाऊल को बताता है कि शाऊल, मैंने मेरे जीवन में बहुत सारी ऐसे प्रतिकूल अवस्थाओं को अकेला सामना किया है, वहां पर परमेश्वर की आत्मा ने मुझे जय दिलाया भी है। അവിടെയും ദാവീദ് നിരാശപ്പെടുകയല്ല, ദാവീദ് പിന്മാറുവാനല്ല ശ്രമിക്കുന്നത്. ദാവീദ് രാജാവിനോട് പറയുക, അല്ലയോ രാജാവേ, ഞാൻ പല അനുഭവങ്ങളിൽ കൂടെ കടന്നു വന്ന വ്യക്തിയാണ്, എന്റെ ജീവിതത്തിൽ പല പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഞാൻ കടന്നു വന്നതെന്ന് ദാവീദ് ശൗലിനോട് സംസാരിക്കും. दाऊद कहता है कि मेरे पिता के भेड़ बकरियों को खा जाने के लिए एक बार एक सिंह आया, दूसरी बार एक भालू आया, लेकिन मैंने दोनों को अकेला ही मारकर उनको खत्म कर दिया, क्योंकि मेरा परमेश्वर का सहायता और उसकी आत्मा का सामर्थ्य मेरे जीवन में बना रहा था। ദാവീദ് രാജാവിനോട് പറയുകയാണ്, എന്റെ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും അതിനെ തിന്നുവാൻ വേണ്ടി എനിക്ക് വിരോധമായി കടന്നു വന്നു. പക്ഷെ അതിനെ എല്ലാം നശിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാശക്തി എന്റെ മേൽ ഉള്ളത് കൊണ്ട് എനിക്ക് അവിടെ എല്ലാം വിജയം നേടുവാൻ കഴിഞ്ഞുവെന്ന് ശൗലിനോട് സംസാരിക്കുന്നു. ये लोगों, हमें बात को समझना जरूरी है। यदि परमेश्वर की आत्मा यदि एक व्यक्ति के ऊपर सही रीति से कार्य करता है तो वो अपने जीवन में शत्रु के ललकारों को देखकर भागने वाला अनुभव में नहीं, परंतु उसे लड़ने के लिए वे अपने जीवन में आमीन तैयारियों को करेगा। ആമേൻ. അനുഭവത്തിൽ കൂടെ കടന്നു വന്ന ഒരു വ്യക്തി ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ നിൽക്കുമ്പോൾ ശത്രുവിന്റെ വാക്കുകൾ കേട്ട് നിരാശപ്പെട്ട് ഭയന്നു പോകുന്ന വ്യക്തിയായിട്ടല്ല, പിന്നെയോ അവിടെ യുദ്ധത്തിന് വേണ്ടി താൻ ഒരുങ്ങി ആമേൻ ആത്മശക്തിയോടുകൂടെ നിൽക്കുന്ന വ്യക്തിയായി തീരും. आमीन। एक और बात हमें समझना जरूरी है कि कई बार हम युद्ध में अपने आप को जब तैयार करके अपने हिम्मत को जुटाकर प्रार्थना में बढ़ने की कोशिश करते हैं, हो सकता है कि हमारे खास
हमारे पास रहने वाले हमारे परिवार के ही लोग हमें निराशा की बातें बोलकर हमें पीछे हटाने की कोशिश करते हैं। അതേ പ്രിയമുള്ളവരെ, നമ്മൾ ഒരുങ്ങി യുദ്ധത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, യുദ്ധം ചെയ്യുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പോടെ നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ പലരും നമുക്ക് വിരോധമായി കടന്നു വരും. ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, നിരാശപ്പെടുത്തുവാൻ കടന്നു വന്നവരാ. दाऊद के जीवन का अनुभव यही है। पहला है निराशा की बातें बोलने वाले, उसको निरुत्साह करने वाला उसके भाई को उसने अपने सामना किया। ദാവീദിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കടന്നു വന്നത് തന്റെ സഹോദരങ്ങൾ, തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ തന്നെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സഹോദരങ്ങളുടെ വെല്ലുവിളിയാണ് തനിക്ക് ആദ്യം നേരിടേണ്ടി വന്നത്. दूसरा है कि उसका राजा उसको निरुत्साह करता है, उसको पीछे हटाता है, बोलता है तू तो लड़का है। एक 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 अपमानजनक कहने के लिए बोल सकते हैं, ऐसी शब्दों को कहकर उसको वो पीछे हटाने की कोशिश करता है। രണ്ടാമത് നമ്മൾ കാണുന്നു, രാജാവ് തന്നെ അവനോട് സംസാരിക്കുമ്പോൾ അവനെ അപമാനിച്ച് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. കാരണം നീ ഒരു ബാലനാകുന്നു, നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുന്നു. हम जब छोटे में हम अपने दोस्तों के साथ जब खेलते थे तो हमसे हमारे उम्र में बड़े बच्चे हमारे सामने रहते थे, तो क्या होता था कि कई बार वो हमें शामिल नहीं कराते थे, बोलते थे तू तो छोटा लड़का है, तू यहीं पर रहना, हम लोग बड़े लोग खेल लेंगे। പലപ്പോഴും ഞങ്ങൾ മറ്റു കുട്ടികളുമായി കളിക്കാൻ പോകുമ്പോൾ അതിൽ മുതിർന്നവർ നിന്നുകൊണ്ട് അവർ ഇങ്ങനെ പറയാറുണ്ട്, നീ വെറും ബാലനാണ്, നീ കൊച്ചു കുട്ടിയാണ്, അതുകൊണ്ട് നീ കളിക്കണ്ട, നീ മാറി നിൽക്കുക, ഇത് വലിയവർക്കുള്ള കളിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. तो कई बार हमें वो समय में मन के अंदर आने वाला जो विचार है बहुत दुख करने वाला है कि मुझे ये खेलने नहीं दे रहा है, मुझे मालूम है खेलने के लिए, फिर भी मुझे खेलने के लिए नहीं अनुमति दे रहा है। ये हमें छोटा बोलकर या बालक है बोलकर हमें इनके गेम में से हटा देते हैं। ആ സമയങ്ങളിൽ ഹൃദയത്തിൽ വരുന്നതായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെയാണ്, എനിക്ക് കളിയെല്ലാം അറിയാം, പക്ഷെ എന്നെ കളിക്കാൻ അവരുടെ കൂടെ കൂട്ടാതെ എന്നെ മാറ്റി നിർത്തുന്നത്, ഞാൻ ബാലനാണ്, ഞാൻ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്നു എന്നുള്ള വേദന ഹൃദയത്തിൽ കടന്നു വരുന്നുണ്ട്. यहाँ पर देखिए सेम ऐसी एक भावना आमीन दाऊद के जीवन में से होकर गया होगा, क्योंकि शाऊल कहता तू तो बालक है। वो गोलियत जो है वो बचपन से ही एक योद्धा बनकर आया हुआ है। ദാവീദിന്റെ ജീവിതത്തിലും അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെയാണ് ദാവീദ് കടന്നു പോകുന്നത്. ഒന്ന് ചിന്തിച്ച്, രാജാവ് പറയുന്നു, നീ ഒരു ബാലനാ, നിനക്കിത് കഴിയത്തില്ല. ആമേൻ. അവൻ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് ദാവീദിനോട് സംസാരിക്കുന്നത്. आत्मिक जीवन में भी परमेश्वर के प्रिय लोगों, कई बार हो सकता है कि पासवानी हमें हमारे जीवन में हमें निरुत्साह की बातों को बोलकर, हमें निराशा की बातों को बोलकर, अपने आप को श्रेष्ठ बताकर दूसरों को नीचा गिराने वाली शब्दों को कहकर कई बार लोग हमारे सामने आएंगे। लेकिन एक सत्य को मैं आपको बताना चाहता हूं, यदि आप प्रभु की आत्मा में भर कर चलने वाला व्यक्ति हैं, पुराने समयों में आपने प्रभु के बड़े सामर्थ्य को अपने जीवन से देखा है, तो आप कभी भी लोगों की बातों को सुनकर पीछे ना हटना, प्रभु ने दिया हुआ कार्यों में आप आगे बढ़ते जाए। പ്രിയമുള്ളവരെ, ആത്മീയ വിഷയത്തിൽ നിങ്ങൾ മുന്നേറുമ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള ദൈവദാസന്മാരാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള വിഷയങ്ങൾ നേരിടേണ്ടി വന്നിരിക്കാം. ആമേൻ. വരാനിടയുണ്ട്. കാരണം അവർ നിങ്ങളെ അതിന് യോഗ്യരല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി അവർ തങ്ങളെ തന്നെ വലിയവരായിട്ട് തങ്ങൾക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. പക്ഷെ അവിടെയും നിങ്ങൾ നിരാശപ്പെട്ട് പിന്മാറിപ്പോകാതെ ആമേൻ മുന്നേറുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പ്രബോധിപ്പിക്കുന്നത്. आमीन। प्रभु का वचन में आखिरी बात दाऊद ने अपने जीवन में जो निराशा की बातों को अनुभव किया वो यह है, उसके 39वें आयत में 39 में आमीन दाऊद से शाऊल कहता है, या ठीक है तू तैयारी तो कर रहा है जाने के लिए, तो एक कार्य करना, मेरे सारे आमीन जो वस्त्र हैं युद्ध के उसे पहनकर तू जा और युद्ध कर ले। और दाऊद ने जब कोशिश किया तो दाऊद से वे आमीन चल नहीं पा रहे थे, वे बढ़ नहीं पा रहे थे। दाऊद कहता है इससे मेरा कोई नाता नहीं है, मैं तो अपने ही तरीके से चले जाऊंगा।
അവസാനമായി ദാവീദ് നേരിടുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ 1 ശമൂവേൽ 17 അധ്യായം 39 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുവാൻ കഴിയുന്നത് ആമേൻ ദാവീദിന് രാജാവ് തന്റെ പടയങ്കി കൊടുത്തിട്ട് പറയുകയാണ്, നീ എന്തായാലും പിന്മാറാൻ സാധ്യതയില്ല, നീ യുദ്ധത്തിനായിട്ട് കടന്നു പോകുന്നല്ലോ, അങ്ങനെയെങ്കിൽ എന്റെ ഈ പടച്ചട്ട അണിഞ്ഞുകൊണ്ട്, എന്റെ ഈ വസ്ത്രം അണിഞ്ഞുകൊണ്ട് നീ യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുക എന്ന് ദാവീദിനോട് പറയുമ്പോൾ ദാവീദ് അത് ഇട്ട് ശീലിക്കുവാൻ ശ്രമിക്കുന്നു. അത് താൻ ഉപയോഗിക്കുമ്പോൾ തനിക്ക് മുന്നോട്ട് നടക്കുവാൻ കഴിയാതെ വന്നതുകൊണ്ട് താൻ അത് മാറ്റി വെച്ചിട്ട് രാജാവിനോട് പറയുന്നു, ഇതുകൊണ്ടൊന്നും എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് മുന്നേറുന്നു. Praise the Lord. कई बार हमें आमीन अपने जीवन में आमीन नए तौर तरीकाओं को, नए चीजों को जब आजमाने के लिए हमसे कहा जाता है, हो सकता है वहां पर भी हमें निराशा की अनुभवों को हमें करना पड़े, लेकिन प्रभु के लोगों, मैं आपसे कहूंगा सबसे बड़ा अनुभव प्रभु की उपस्थिति में, आपने प्रार्थना में और आत्मिक युद्ध में जो आपने व्यक्तिगत रीति से अनुभव किया, वो जो बातें हैं वही आपका बड़ा हथियार है, और उसी को लेकर आप युद्ध करें। परमेश्वर आपको निश्चय आपके जीवन में आपको प्रभु सफलता देगा। അവൻ പ്രിയമുള്ളവരെ, ഇതുപോലുള്ള പുതിയതായ ചിലത് പരീക്ഷിക്കുവാൻ നമ്മുടെ മുൻപേ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ നമ്മൾ അതിൽ നിരാശപ്പെടാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നാം യുദ്ധം ചെയ്യുവാൻ മുന്നോട്ട് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു. आज इन दिनों में प्रभु की आत्मा हमारी सहायता करे कि हमारी तराई जैसे अनुभव में, चाहे वो एहज़केल के समय में हड्डियों की तराई का समय में क्यों ना हो, चाहे वो दाऊद जो भजन संहिता में कहता है आमीन आमीन घोर अंधकार की तराई में क्यों ना हो, या फिर आज हमने आमीन यहाँ दाऊद और गोलियत के सामने एला की तराई, जहां पर अकेला युद्ध के लिए चुनौती देने का समय में क्यों ना हो, कहीं पर भी प्रभु की आत्मा और उसका सामर्थ्य यदि हमारा साथ कार्य करेगा तो हमारे जीवन में निश्चय प्रभु हमें सफलता और जय हमें दिलाएगा। പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചില താഴ്വരയുടെ അനുഭവങ്ങൾ, യെഹെസ്കേലിനെ പോലെ ആമേൻ അസ്ഥികളാൽ നിറഞ്ഞതായ ഒരു താഴ്വരയിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയാകട്ടെ, അഥവാ നമ്മുടെ ജീവിതത്തിൽ മരണത്തിന്റെ നിഴലിൽ കൂരിന്റെ താഴ്വര, ദാവീദ് കടന്നുപോയ കൂരിന്റെ താഴ്വരയിൽ കൂടിയുള്ള അവസ്ഥയാകട്ടെ, ഇല്ല ഇതുപോലുള്ള ഏലാ താഴ്വരകൾ ആകട്ടെ, ഏത് താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ആത്മീക യുദ്ധത്തിന് വേണ്ടി നാം ഒരുങ്ങുക. Praise the Lord. इन दिनों में हमारी प्रार्थनाएं हमारे प्रभु के साथ जो समय बिताना है, जो अनुभवों को हम प्राप्त करते जाते हैं, कई बार अकेला भी युद्ध करना क्यों ना पड़े, वहां पर निराश होकर भागने के लिए नहीं, परंतु प्रभु के ओर से बल प्राप्त करते हुए शत्रु के हर एक ललकार को जय लेने में प्रभु हमारी मदद करे। हम हारने वाले नहीं, हम जयवंत होकर बढ़ने वाले इस साल में हम बने। അതെ, ഈ വർഷത്തിൽ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം, പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാലും നമ്മൾ അവിടെയും തളർന്നു പോകാതെ ദൈവിക ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിൽ പുതിയ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. इन वचनों के द्वारा प्रभु हम सभी को अनुग्रह और आशीष दे। ट्रांसलेट किया प्रभु के दास को धन्यवाद देता हूँ। प्रभु के दास पास्टर थॉमसन के लिए भी धन्यवाद, कैसे समय उन्होंने हमें प्रदान किया। प्रभु आप सभी को अनुग्रह और आशीषों में चलाए। ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവദാസനും എനിക്ക് അവസരം ഒരുക്കി തന്ന തോമസൻ പാസ്റ്ററും ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.